എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പൊത്തോട് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടായിരിക്കും. നമ്മൾ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് ഫിഷിങ്ങിന് പോകുന്നത്. അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കമലകം ഊരിലെ നമ്മുടെ രാഹുൽ എന്ന് പറയുന്ന പയ്യൻ്റെയൊക്കെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള റിസർവോയറിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് പോയത്. അപ്പോൾ ഇന്നും നമ്മൾ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിൽ തന്നെയാണ് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വേറൊരു സ്ഥലത്താണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വിതുര എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് വലിയകാല എന്ന് പറയുന്നൊരു സെറ്റിൽമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ ഇവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. നമ്മുടെ അച്ചു എന്ന് പറഞ്ഞ പയ്യനും അവൻ്റെ അച്ഛനൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ ഭാഗത്താണ് ചാത്തങ്കോട്, അതുപോലെ ചെമ്മാങ്കാല, പിന്നെ അതുപോലെ വലിയകാലയൊക്കെ ഈ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ട്രൈബൽ സെറ്റിൽമെൻറ്റുകളാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ നിന്നും പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടങ്ങിയതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വഴിയിൽ കൂടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഐസറിൻ്റെ അവിടെ എത്താൻ പറ്റും. ഇതാ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ അച്ചുവിൻ്റെയൊക്കെ വീട്. ഇതാ ഈ ഭാഗത്ത്. അവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഈ കാണുന്ന വഴിയിലൂടെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 2 അടുപ്പിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് എത്തും. ഇതാ ഈ ഭാഗത്തൂടെ പോയാലും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ താഴെ നമുക്ക് പേപ്പാറ ഡാമിൻ്റെ റിസർവോയറുണ്ട്. അവിടേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇതിലെയാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ അൽക്കേശി തോട്ടവും അതുപോലെ തന്നെ മാഞ്ചികത്തിൻ്റെ തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ചാത്തങ്കോട് എത്താൻ പറ്റും. നമ്മുടെ വാഴവാന്തോല് ആ ഭാഗത്തേക്കൊക്കെ ഈ ഒരു വഴിയിലൂടെ നമുക്ക് പോകാനായിട്ടൊക്കെ പറ്റും. ഇതാണ് ലുട്ടാപ്പി. ലുട്ടാപ്പി വന്നിട്ടുണ്ട്. ഇത് അച്ചുവിൻ്റെ അനിയൻ. പിന്നെ ഇത് അച്ചു, പിന്നെ എൻ്റെ ചേട്ടനുണ്ട്. അവൻ എന്താ കുറേ അങ്ങ് മുൻപേ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് നടക്കാനുണ്ട് ഈ പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ കിടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വലിയകാല സെറ്റിൽമെൻറ്റിൽ നിന്നും ചാത്തങ്കോടേക്ക് പോകുന്ന റോഡാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ അത്രയും കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് ചാത്തങ്കോടേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇപ്പം വേനലൊക്കെ കഴിഞ്ഞിട്ട് നല്ല മഴയൊക്കെ പെയ്തിട്ട് പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ നന്നായിട്ട് വെള്ളം കയറി ഫുള്ളായിട്ട് കിടപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. ഇന്ന് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ പോകുന്ന വഴിയുടെ 2 ഭാഗത്തും കാണുന്നത് അൽക്കേശി, മാഞ്ചികം, പിന്നെ യൂക്കാലി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. യൂക്കാലി അതിൻ്റെയൊക്കെ പ്ലാന്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കുറേ താഴെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്ന ഭാഗത്തുനിന്നത് മുറിച്ചിട്ടില്ല. അന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് വലിയകാല. അന്ന് അച്ചുവാണ് നമ്മളെ പണിക്കൊക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ താഴത്തെ കാട്ടിൽ കിടന്ന് തൊലിയടിയും ബഹളമായിരുന്നു നമ്മുടെ പരിപാടി. അങ്ങനെ ഇവിടെ വന്ന് നിന്ന് കുറച്ച് പൈസയൊക്കെ അച്ചു കാരണം നമുക്ക് കിട്ടി. അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ ഈ പ്ലാന്റേഷൻ തീരും. അവിടെ പിന്നെ കുറച്ച് മാവിൻ്റെ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുൻപിൽ പോകുന്ന ഭാഗത്തൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നടന്ന് ഏകദേശം കുറച്ച് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പോണ വഴി തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതെല്ലാം ഈ കൂപ്പിനകത്തുള്ള തന്നെ കുറച്ച് മുളയുടെ കൂപ്പാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് മുളയൊക്കെ ഇങ്ങനെ നട്ടിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഈ വേനലൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ 1 മാസത്തോളം നല്ല മഴയാണ്. മഴ പെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല പച്ചപ്പാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും പച്ചപ്പും ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷവും ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആനശല്യങ്ങളൊന്നുമില്ല. ചില സമയത്താണെങ്കിൽ നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ വരുമ്പോൾ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം ആനപ്പിണ്ടങ്ങളും ഒക്കെ കിടക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഈ വഴിയിലൂടെ പോകുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ അനിയൻ ഇവിടെ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ ലുട്ടാപ്പിയുണ്ട്. ഇവിടെ കുറച്ചറ്റം മാത്രം ഈ ഗ്രാൻഡീസോ അതുപോലെ അൽക്കേശോ ഒന്നുമില്ല. ഒരു കുറച്ച് ദൂരം മാത്രം. അത് കഴിഞ്ഞതാ പിന്നെയും ഇങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഉള്ളതൊക്കെ ഇടയ്ക്ക് ഇടമുറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഫുള്ളായിട്ട് മുറിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്കുള്ള ഇങ്ങനെ അൽക്കേശി, മാഞ്ചികവും ഇതൊക്കെ മുറിക്കും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ മുറിച്ചാണ് ഇതെല്ലാം. അങ്ങനെ ആണ് ഇത്ര ഗ്യാപ്പ് വരുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓരോ മരങ്ങളുടെ അടുത്ത് തന്നെ അടുത്ത മരങ്ങൾ, അതായത് ഇവിടെ ഒന്ന്, അതിൻ്റെ തൊട്ടടുത്തൊന്ന്, അങ്ങനെ അടുത്തടുത്തായിട്ട് മരങ്ങളൊക്കെ നിൽക്കും കേട്ടോ. ഈ ഭാഗത്ത് നമ്മൾ പോണ ഈ ഭാഗത്ത് കുറച്ച് വട്ടയിലേക്ക് ഇങ്ങനെ കിടപ്പുണ്ട്. കുറേ ഇങ്ങനെ വട്ട കിടപ്പുണ്ട്. ഈ ഭാഗത്തെല്ലാം കുറച്ച് വട്ടയും ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഈ കൂപ്പ് മുറിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വട്ടയൊക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത്ര പോലും ഉണ്ടാകത്തില്ല. ഇതാണ് ഇടമുറി. ഇത് ഇടമുറിച്ച കൂപ്പാണ് കേട്ടോ ഇതെന്ന് പറയണത്. അപ്പോൾ അച്ചു പറയാണ് ഇതിലേ പോകാമെന്ന്.
അച്ചുവിൻ്റെ അനിയൻ അതിലേ കൂടെ ഓടയാണ് കേട്ടോ. അതിലേ റോട്ടിൽ കൂടെ നടന്നു വരാം. ഇതിലേ പൊക്കഴിഞ്ഞാൽ നമുക്കൊരു കാട്ട് വഴി കൂടെ താഴെ ഈ റോട്ടിൽ തന്നെ താഴെ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ഈ ഒരു കാട്ടിലൂടെ നമുക്ക് പോകുമ്പോൾ കുറച്ച് നല്ല പച്ചപ്പൊക്കെ കാണാൻ പറ്റും. ഇതാ നമ്മൾ നടക്കുന്ന വഴിയുണ്ടോ, ഫുള്ള് പച്ചപ്പാണ്. നമ്മൾ പോണ വഴിയിൽ നിൽക്കുന്ന ഈ ഒരു മരം കണ്ട, ഇതാണ് പാല. ഇതിൻ്റെ കറ വീണ് കഴിഞ്ഞാൽ കയ്യിലൊക്കെ നല്ല ചൊറിച്ചിലുണ്ടാകും. പിന്നെ ഈ ഭാഗത്തൊക്കെ ഉള്ളത് ഒരുപാട് ഇങ്ങനെ അതിൻ്റെ കാടുകളൊക്കെയാണ്. ഇതെല്ലാം കൂപ്പാണ്. ശരിക്കുള്ള റിസർവ് ഫോറസ്റ്റ് ആണ്. പക്ഷേ റിസർവ് ഫോറസ്റ്റിനകത്ത് ഈ വനം വകുപ്പ് പ്ലാന്റേഷൻ ചെയ്യുമല്ലോ, അങ്ങനെയുള്ളൊരു പ്ലാന്റേഷനാണ് ഇതെന്ന് പറയുന്നത്. 2-3 ദിവസമായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത്, അതായത് വിതിര ഈ ഭാഗത്ത് മഴയില്ല. അതുപോലെ തന്നെ നമ്മുടെ നാടായ കോട്ടൂർ ആ ഭാഗത്തും മഴയില്ല. മേഖലയിലൊക്കെ നമ്മൾ കണ്ടത് മാഞ്ചികം അങ്ങനത്തെ കൃഷികളാണെങ്കിൽ ഈ ഭാഗത്ത് കുറേ അറ്റത്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ കാണുന്നതുണ്ടല്ലോ ഈ പ്ലാന്റേഷൻ ഉണ്ടല്ലോ, പ്ലാന്റേഷനാണ്. അതായത് മാവിൻ്റെ പ്ലാന്റേഷനാണ് ഈ ഭാഗത്തെല്ലാം ഉള്ളത്. ഇവിടെ നിന്ന് തൊട്ട് താഴെ അവിടെ കുറേ അറ്റം ഇങ്ങനെ കശുമാവ് കിടപ്പുണ്ട്. പക്ഷേ ഇത് കായ്ക്കുന്നത് കുറവാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതങ്ങനെ കായ്ച്ച് കിടക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ട് താഴെ ഇറങ്ങുമ്പോൾ ആ റോഡ് കറങ്ങി തൊട്ട് താഴെ അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചുവിൻ്റെ അടുത്ത് ചോദിക്കാം, അച്ചു ഈ വഴി കൂടി നീ വരുമ്പോൾ ആന അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ. പിന്നെ വേറെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? അങ്ങനെ നമ്മൾ ടോട്ടൽ 5 പേരുണ്ട്. മേളിൽ നിന്ന് കറങ്ങി അവൻ റോട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡും നല്ല പച്ചപ്പായിട്ടുള്ള കാടാണ്. ആന, അതായത് ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതലും ആന കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ആഹാരം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ആനയ്ക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനയൊക്കെ ഒരുപാട് നിൽക്കാൻ സാധ്യതയുള്ള കാടുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ചാത്തങ്കോടിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനായിട്ട്, വലിയ കാലേന്ന് പെട്ടെന്ന് എത്തിപ്പെടാനായിട്ടുള്ളൊരു യാത്രാമാർഗ്ഗം എന്ന് പറയുന്നത് ഈ റോഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഫ്രണ്ടിലാണ് ചാത്തങ്കോട്. ചാത്തങ്കോട് നിന്ന് പിന്നെ അതിന് മുകളിലോട്ട് പൊക്കഴിഞ്ഞാൽ വാഴുവാന്തോൽ വെള്ളച്ചാട്ടമൊക്കെ അതിന് തൊട്ട് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വരുന്ന ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നത് തൊട്ട് താഴെയാണ്. ഇതിലേ പിന്നെ റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതിലേ അങ്ങനെ ആരും പോകത്തില്ല. തൊട്ടപ്പുറത്തൂടെ തന്നെ കറങ്ങി തന്നെയാണ് ഇവർ ചാത്തങ്കോടേക്കൊക്കെ പോകുന്നത് പ്രധാനമായിട്ടും. പിന്നെ ആനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധികം അങ്ങനെ ആരും ഈ വഴി അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഇത്രയും സമയം വരെ നമ്മൾ 5 പേരായിരുന്നു. ഇപ്പോൾ ഒരാളെ കൂടെ കിട്ടി, നമ്മുടെ ലുട്ടാപ്പിയുടെ ചേട്ടൻ അഖിൽ. പയ്യൻ ഇതാ ഏറ്റവും ബാക്കിലുണ്ട്. നമ്മളിതാ കുറേ ദൂരം ഇങ്ങോട്ട് നടന്നു വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നടക്കുന്ന ഈ ഭാഗത്തോട്ട് വരുമ്പോൾ താഴെ, അതായത് ചാത്തങ്കോട് ഇങ്ങനെ വെള്ളം ഇരയ്ക്കുന്ന സൗണ്ടുകളൊക്കെ കേൾക്കാൻ പറ്റും. നമുക്ക് വാഴുവാന്തോലിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ വെള്ളം ഇരയ്ക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. ഈ ഇടയ്ക്കുള്ള മഴയത്ത് ഇതാ ഈ റോഡ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വരുമ്പോൾ ഇതൊക്കെ ഏകദേശം നന്നായിട്ട് കിടന്നതാണ്. ഇപ്പം കുറേ കൂടെ ഇതെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. പോണ വഴിയിലൊരു സംഭവം കൊണ്ട് ഇതാ കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ട്. ഇത് ആരിൻ്റെ പണിയെന്നറിയാമോ? കരടിക്കുട്ടൻ തിന്നിട്ട് കാഷ്ടമിട്ട് വച്ചിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. ഇത് വേണ്ട ഈ സൈഡിലൊക്കെ ഇവരുടെ, അതായത് ചാത്തങ്കോടുകാരുടെയൊക്കെ വിളയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കരടി ഈ ആഹാരമൊക്കെ കഴിച്ചിട്ട്, അതായത് ചക്കയൊക്കെ കഴിച്ചിട്ട് ഈ ഭാഗത്ത് കൊണ്ട് കഷ്ടമിട്ട് വയ്ക്കും. കരടി തന്നെയാണ്. പിന്നെ അതല്ലാതെ ഈ ആനയുണ്ടല്ലോ, ആനയും ഈ ചക്കയൊക്കെ കഴിക്കും. ഇത് കരടിയാണ്. അങ്ങനെ ഈ ഭാഗമൊക്കെ കണ്ടോ, ഇതെല്ലാം നല്ല കട്ടർ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് കണ്ടോ കട്ടർ പിടിച്ച്, ഇപ്പം ഈ റോട്ടിൽ കൂടെ ആർക്കും പോകാൻ പറ്റാത്ത തരത്തിൽ അത്രയ്ക്കും വലിയ കട്ടറൊക്കെ ആയിട്ടാണ് ഈ ഒരു റോഡ് കിടക്കുന്നത്. അല്ലോ, നിനക്ക് ഇനി എന്ന് സ്കൂളിൽ പോകണം? നാളെ. ഇവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകണ പയ്യനാണ്. പക്ഷേ ഇടയ്ക്ക് നമ്മളിവിടെ ഇങ്ങനത്തെ ചൂണ്ടയിടാനും വരും, എല്ലാ പരിപാടിക്കും വരും. ഇടയ്ക്ക് നമ്മുടെ വീട്ടിലോട്ടും വരും. പൊത്തോട് ആ ഭാഗങ്ങളിലോട്ടൊക്കെയും നമ്മുടെ അച്ചുവിൻ്റെ അനിയൻ ഈ പയ്യൻ വരാറുണ്ടേ. ഇത് കണ്ടോ, ഇത് ഒരു പറങ്ങിമാവാണ്. പറങ്ങിമാവ് ഇവിടെ കുറച്ചറ്റമുണ്ട്. ഇത് കണ്ട, ഇത് കശുമാവ് പറങ്ങിമാവ് എന്നൊക്കെ പറയും. ഇത് ഏകദേശം കുറേ അറ്റം ഇവിടെ ഇങ്ങനെ ഉണ്ടേ, ഇങ്ങനെ കൂപ്പായിട്ട്. നമ്മളിപ്പോൾ നടന്നു പോണ വഴിയുടെ 2 സൈഡിലൊക്കെ അത്യാവശ്യം പറങ്ങിമാവിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന ഈ വഴിയുണ്ടോ, ഇത് കുറേ അറ്റം ഇങ്ങനെ അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കി കൂടെ കോൺക്രീറ്റ് ചെയ്തെങ്കിൽ നമുക്ക് അച്ചുവിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോകാനും ഒക്കെ നല്ല എളുപ്പമായിരുന്നു. അതാ ഈ ഭാഗങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല പച്ചപ്പാണേ. ഈ ഭാഗത്ത് ഈ കാട്ടിനകത്തൊക്കെ കുറേ ഇങ്ങനെ മരങ്ങളുണ്ട്, നല്ല പച്ചപ്പ് പിടിച്ച് കിടക്കുന്ന മരങ്ങൾ. കൂടുതലും ഇവിടെ ഈ താഴെ ഭാഗത്ത് കിടക്കുന്ന ചെടിയെന്ന് പറയുമ്പോഴേ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈസ് തുമ്പയുണ്ട്, നരയൻ തുമ്പ എന്ന് പറയും. ആ തുമ്പയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ കിടക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ട, ഇതാണ് ഈ നരയൻ തുമ്പ. അതിനുണ്ട് ഒരു സൈസ് നരയുണ്ട്. ഇത് കയ്യിലൊക്കെ കൂടുകയാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അത് നമ്മുടെ ഈ ഏരിയയിലൊക്കെ മിക്കയിടത്തും ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഇത് വെട്ടിക്കളഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും ഇതിനകത്തോട്ട് വെട്ടൊന്നും ഏൽക്കൂല.
പിന്നെ വേണമെങ്കിൽ പുഴുത് കളയണം. പുഴുത് കളഞ്ഞാലും ഇതിനൊരു വിത്തുണ്ട്. ഈ വിത്തുണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ മുളച്ച് കയറും. ഇതിൻ്റെ വേറൊരു സൈസാണ് നല്ല കാണാൻ കൊള്ളാമെന്നുള്ളൊരു ഇത് എന്ന് പറയണത്, അതായത് തുമ്പയെന്ന് പറയണത്. ഇത് ഫുള്ള് നരയാണ്, വേറെ ഉപയോഗമൊന്നുമില്ല. നല്ല പൂവോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ഈ തുമ്പയിൽ. അങ്ങനെ നല്ല പച്ചപ്പുള്ള ഈ ഒരു തടത്തിലൂടെ, തടം എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന തടം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ ബിദിരയാണ് കേട്ടോ. ബിദിര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട വലിയകാല ചാത്തങ്കോട് ആ ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. അതായത് ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചാത്തങ്കോടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയകാലയിൽ നിന്നും തൊട്ട് താഴെ കൂടെ ഒരു തോട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അത് കഴിഞ്ഞ് തൊട്ട് താഴെ തന്നെയാണ് ഇവിടുത്തെ പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇതാ നടന്നുകൊണ്ട് നേരെ ചാത്തൻകോട് എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിൻ്റെ തൊട്ട് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വാഴവാന്തോല് ട്രക്കിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർ ഇതാ തൊട്ട് മുകളിൽ വരെ വരുവേ. അവിടെ ഒരു BSNL ടവറൊക്കെ ഉണ്ട്, അവിടെ വരെ വരും. അവിടെ വന്നതിന് ശേഷം അവിടെ നിന്നാണ് അവർ മുകളിലേക്ക് ട്രക്കിങ്ങിന് പോകുന്നത്. അതുവരെ ട്രക്കിങ്ങിന് വണ്ടികൾ എത്തിപ്പെടത്തുള്ളൂ. അവിടെ നിന്നൊരു 3 കിലോമീറ്ററോളം യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ നിന്നും വാഴവാന്തോലിലേക്ക് പോകാൻ പറ്റുന്നത്. അവിടെ നിന്ന് ഏകദേശം കുറച്ച് താഴേക്കാണ് പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ കിടക്കുന്നത്. അവിടെ നിന്നൊരു 100-200 മീറ്റർ ഇല്ല, ഒരു 100-150 മീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നടന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പണ്ട്, അതായത് 2-3 വർഷം മുമ്പും അതിന് മുമ്പൊക്കെ ഉള്ള ഒരു വഴിയാണെന്ന് പറഞ്ഞത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പാറ ഈ കൂപ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെ തടി മുറിക്കാൻ വേണ്ടിയിട്ടും ആ തടീനെ കയറ്റിക്കൊണ്ട് തിരിച്ച് കച്ചവടം ചെയ്യാനൊക്കെ ആയിട്ട് ലോറികൾ വരും. അപ്പോൾ ആ ലോറികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തടമാണ് ഇതെന്ന് പറയുന്നത്, വണ്ടിത്തറ. അല്ലാതെ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന വഴിയൊന്നുമല്ല. ഇത് അതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഡാമിൻ്റെ റിസർവോയർ തുടങ്ങുകയാണേ. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് മുന്നിൽ കിടക്കുന്നതും ഒരു വഴിയാണ്. അവിടെ നിന്ന് ഇടത്തെ ഭാഗത്ത് കിടക്കുന്നതും ഒരു വലിയൊരു വഴിയാണ്, അതായത് റോഡാണ്. തടമെന്ന് പറയുന്നില്ലേ, അതാണ്. ഇവിടെ നിന്ന് തൊട്ട് താഴെ വരെ കറക്റ്റ് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ. പിന്നെ ഡാം കുറച്ചും കൂടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന സമയത്താണെങ്കിൽ കുറേ കൂടെ നമുക്ക് താഴേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുമേ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് തൊട്ട് താഴെ ഇങ്ങനെ കാണാനായിട്ട് പറ്റുമേ. അടിപൊളി കേട്ടോ ഇവിടുത്തെ പച്ചപ്പും ഈ റോഡും ഈ സൈഡൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസവുമാണ്. ഭയങ്കര പ്രകൃതി ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അങ്ങനെ നടന്നുകൊണ്ട് നമ്മളിതാ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കുറേ കൂടെ ഇങ്ങനെ വെള്ളം കയറാനുണ്ട്. ആ സമയത്ത് ഈ ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല വെള്ളം കയറി നിൽക്കും കേട്ടോ. ഈ ഭാഗം വരെ, അതായത് ഈ പോച്ച കിടക്കുന്ന ഭാഗം കണ്ട് ഇതുവരെ വെള്ളം കയറും. അപ്പോൾ ഇനി ഏകദേശം കുറച്ചും കൂടെ വെള്ളം കയറാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ അച്ചു, അതായത് നമ്മുടെ മന്തി അച്ചുവും നമ്മുടെ പയ്യന്മാരൊക്കെ ഈ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഇരുന്നിട്ടായിരിക്കും മിക്കവാറും ചൂണ്ടയിടാൻ പോകുന്നത്. അച്ചു ഒരു സൈറ്റ് പറയും, ആ സൈറ്റിൽ പോയിട്ടായിരിക്കും നമ്മൾ മീൻ പിടിക്കാനായിട്ട് പോകണം. അതല്ലേ അച്ചു? എവിടെയാണ് പ്ലാൻ, എവിടെയാണ് പറ? അങ്ങനെ അടിപൊളിയായിട്ട് ഇവിടെ കാണാൻ കണ്ട ഭയങ്കര രസമാണ്. നല്ല പച്ചപ്പാണ്, കുറേ കൂടെ വെള്ളം കയറാനുണ്ട്. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പം ആ ഭാഗത്ത് കുറച്ച് പേര് ഇങ്ങനെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. നമ്മൾ കത്തി എടുത്തുകൊണ്ട് വന്നില്ല, ഇനി ഇര എടുക്കണം. ഇര എടുത്തിട്ട് വേണം നമുക്ക് ചൂണ്ടയിടാൻ വേണ്ടി. അപ്പോൾ ലുട്ടാപ്പിയുണ്ട്, അല്ലുണ്ട്, അച്ചുണ്ട്, മാത്തനുണ്ട്, പിന്നെ അഖിലുണ്ട്, എല്ലാവരും ഉണ്ട്. അച്ചു കത്തി എടുത്തില്ലേ? അങ്ങനെ കത്തി എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇര തോണ്ടി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇര തോണ്ട കുറച്ച് ഇര എടുത്തിട്ടുണ്ട്. അങ്ങനെ തൊട്ടടുത്ത് ഈ ഭാഗത്തോട്ട് നമ്മൾ ഇര നോക്കി നടക്കുകയാണേ. ഇവിടെയൊക്കെ വെള്ളം കയറി നിൽക്കുന്ന ഭാഗമാണ്. മാത്തൻ അവിടെ ഇരിപ്പുണ്ട്, ആ ഭാഗത്ത്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് മുകളിൽ ഇപ്പം കയറി നിൽക്കുന്ന ഈ ഭാഗം വരെ വെള്ളം കയറും. മുകളിലോട്ട് കയറി നോക്കാം ഇര കിട്ടുമെന്ന്. ഇര കിട്ടി, അതിന് ശേഷം വേണം ചൂണ്ടയിടാൻ. ലുട്ടാപ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞെങ്കിലും അവനിവിടെ തോണ്ടാനാണ് വന്നത്. ഇര ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ഇരയൊക്കെ കിട്ടിയേട്ടെ. ഞാൻ ഇവിടെ കിടന്ന ഇര തോണ്ടലായിരുന്നു. വേണ്ട, ഇതാണ് തോടയാറ്. ഇവിടെ മുകളിൽ നിന്നാണ് തോടയാറ് ഇങ്ങനെ വന്ന് പേപ്പാറ ഡാമിലേക്ക് എത്തുന്നത്. ഇനി കുറച്ച് ദൂരം, ഏകദേശം ഒരു 10 മീറ്റർ 15 മീറ്റർ ദൂരമൊക്കെ ഉള്ളൂ വെള്ളം കയറി ഫുള്ളാകാനായിട്ട്. അപ്പോഴത്തേക്കും പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ ഏകദേശം ഫുള്ളാവും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്കിരുന്നിട്ട് ചൂണ്ടിടാനായിട്ട് നോക്കണം. അതിൻ്റെ പരിപാടികളൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി സ്ഥലം. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് മീൻ പിടിക്കുകയാണ്.
മീൻ പിടിക്കാൻ ഒരു പരുവും ഇല്ല. അത്യാവശ്യം നല്ല മഴയുണ്ട്. അത്യാവശ്യം മഴ കേട്ടോ, മഴ അത്യാവശ്യം നല്ല മഴ. നമ്മളിത് അപ്പുറത്തെ തോട്ടിലോട്ട് വല കൊണ്ട് കെട്ടാൻ പോവുകയാണേ. ഒന്നും പറയില്ല, ഈ ഒരു ഭാഗം കിടക്കുന്നത് കാണാനാണ് ഭംഗി. നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് മഴക്കാഴ്ചകളൊക്കെ കണ്ടാലോ. പച്ചപ്പും ഈ പ്രകൃതി കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മുടെ ഒരുപാട് പേര് കാണാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം അത്യാവശ്യം മഴ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ചെറിയൊരു വലയുണ്ട്. അപ്പോൾ ഈ വല കെട്ടി നമുക്ക് കയ്യിൽ പിടിക്കാൻ നോക്കണം. ഇതാ നമുക്ക് നമ്മുടെ പയ്യന്മാരിവിടെ വല കെട്ടിക്കൊണ്ടിരിക്കുകയാണേ. നമ്മളിവിടെ നിന്ന് മുകളിൽ പോയിട്ട് ചീലി വരാനായിട്ടാണ് പ്ലാന്. ഇപ്പം ചാത്തങ്കോട് ഒരുപാട് ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. ചാത്തങ്കോടിലെ ജോൺസീനയാണിത്. ജോൺസീന ലുട്ടാപ്പി, അതാണ് ആ പയ്യെ. എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അടിപൊളി കാഴ്ചയാണേ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മുന്നിലോട്ട് പോവാം. മുന്നിലോട്ട് പോയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാവേ. ഉണ്ടോ, എന്ത് രസമാണെന്ന് അറിയാമോ ഇങ്ങനെ റിസർവോയർ കയറി കിടക്കുന്ന കാണാനായിട്ട്. ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് പോകണം. മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയുള്ള കുറേ ഏരിയകൾ കാണാനായിട്ട് സാധിക്കുമേ. ഒരുപാട് പേര് നേരത്തെ ഈ ഭാഗത്തെല്ലാം വല കെട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആരെയും കാണാനില്ല. എന്താ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഈ ഭാഗം കണ്ടോ, നല്ല പച്ചപ്പുണ്ട്. ഈ പോച്ചയെല്ലാം ഇനിയും വെള്ളം കയറി ഫില്ലാവുമേ. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒരു നെഞ്ചൊപ്പം വെള്ളം കാണും ഈ ഭാഗമെല്ലാം. അത് കഴിഞ്ഞ് ഇതാ മുന്നിലേക്ക് ഈ സൈഡ് കണ്ടോ, ഈ സൈഡിലേക്കൊക്കെ നോക്കുമ്പോഴും ഒരുപാട് കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മുടെ നാച്ചിയാർ മോട്ടയൊക്കെ ഇവിടെ നിന്ന് എൻ്റെ കൈ നോക്കിയതാ, ആ ഭാഗം കണ്ടോ, അങ്ങോട്ടാണ് നാച്ചിയാർ മോട്ടയുള്ളത്. നാച്ചിയാർ മോട്ടയിൽ നിന്ന് നമുക്ക് വലിയ കാലത്തെ കോണ് നമുക്ക് അവിടെ പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് ഇതാ മുന്നിൽ ഒരു പൊങ്ങിയൊരു മല കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ ബോണക്കാട് മലനിരകൾ. ഇതാ പൊങ്ങി കാണുന്നുണ്ടോ, നമ്മുടെ കുരിശുമല എന്നൊക്കെ പറയുന്ന അതാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ടേ. കണ്ടാ, ഒരുപാട് മരങ്ങളിങ്ങനെ ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെ സൈഡിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഈ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഡാമിലെ ജലനിരപ്പ് ഉയർന്നിട്ട് ഈ ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോവേ. അപ്പം അങ്ങനെ ഉണങ്ങി പോകുന്നതാണ്. അപ്പോൾ അടിപൊളി കേട്ടോ, ഈ ഒരു സമയം ഇവിടെ കാണാനേ പറയാൻ വാക്കുകളില്ല, അതിമനോഹരം. ഈ ഒരു മഴ സമയത്തെ ഇത്രയും നല്ല പച്ചപ്പും അതുപോലെ തന്നെ ഇത്രയും നല്ല കാടിൻ്റെ ഭംഗിയും ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. അതോടൊപ്പം എല്ലാവരും നമ്മളിടുന്ന ഇത്തരം വീഡിയോസുകൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കൊള്ളാം, നല്ല മഴ, അതുപോലെ നല്ല കാലാവസ്ഥ, ഒരു പ്രത്യേക ഒരു പ്രകൃതിയുടെ ഭംഗി, ഒന്നും പറയാനില്ല കേട്ടോ, വളരെ മനോഹരമാണ്. നമ്മുടെ പയ്യന്മാരൊക്കെ ദാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം വെള്ളത്തിലിടന്ന് കളിക്കുകയാണ് കേട്ടോ, അടിപൊളി. ഇനിയിപ്പോൾ മഴ വരികയാണെങ്കിൽ ഇവിടെ നല്ല കലങ്ങൽ വെള്ളം ഇറങ്ങും. ഇവന്മാരെ കൊള്ള ഇതാണ്, ഇതൊക്കെ തന്നെയാണ് ഇവന്മാരുടെ കൊള്ളകൾ. ചാത്തങ്കോട് വലിയ കാല ടീമാണ് ഇത്, അച്ചുവും സംഘവും. ഇതിലെ മെയിൻ കാരണവരെന്ന് പറയുന്നത് അച്ചുവാണ്. പിന്നെ അച്ചുവിൻ്റെ ഇനി എന്താണ്ട് ഇത് ഒമ്പോ ഒറ്റക്കായിട്ട് നീന്തി എൻ്റെ അടപ്പുളവി. അയ്യ, ഒറ്റക്കായിട്ട് നീന്തിയതാ നമ്മൾ കയറി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൊണ്ട് വെള്ളത്തിലോട്ട് ചാടാൻ പോവുകയാണ്. നമ്മൾ ഏകദേശം ചാടി മറിഞ്ഞ് അടിപൊളിയായിട്ട് കുറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്തത് മന്തി പോവുകയാണ്. അടിപൊളിയൊരു പ്ലേസ്. ഇതാ അച്യുത അക്കരയുണ്ട്. നമുക്ക് കുറച്ചും കൂടെ അക്കരയോട്ടൊന്ന് പോവാം. അടിപൊളിയായിട്ട് ഇവിടെ അന്നനൊക്കെ തിരിച്ച് പോകാൻ തോന്നില്ല, അത്രത്തോളം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവന്മാരൊക്കെ എൻ്റെ കൂടെ നീന്തുന്ന പയ്യന്മാരാണ്. നമ്മളിവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കയറുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളി അടിപൊളി, നല്ല കുളി. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഷൊട്ട ഇവനാണ്, കാരണം ഒന്നും പറഞ്ഞാൽ കേൾക്കൂല ഈ കിണയെ. അതാണ് അച്ചുവിൻ്റെ അനിയായി. ഇവന്മാരൊന്നും കുഴപ്പമില്ല,
പിന്നെ അതേപോലെ ലുട്ടാപ്പി 2 എണ്ണം ഉണ്ട്. എന്നാൽ 2 എണ്ണം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാടും പടപ്പൊക്കെ തപ്പി നടക്കണം അവന്മാരെ പിടിക്കാൻ വേണ്ടി. കണ്ട കുഴപ്പം കണ്ട. ഈ ഭാഗത്തൊക്കെ വെള്ളം കയറി നിൽക്കുന്ന ഭാഗമായിരുന്നു. ഇതെല്ലാം നല്ല പച്ച പിടിച്ച് ഇപ്പം കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു 1 മാസം നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുവാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് വെള്ളം കയറി മൂടുവേ. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ കാണുന്ന ഭാഗം എല്ലാം ഉള്ളത്. ഇതാണ് ലുട്ടാപ്പി. എനിക്ക് കോട്ട് മടക്കി തന്നിട്ടുണ്ട്. കോട്ട് പറ, എന്ത് മീൻ പിടിക്കാൻ വന്നിട്ട് എന്താണ് അവസ്ഥ? മോശമൊന്നുമല്ല, പരുവില്ല. അതാണ്. അല്ല, എങ്ങനെ മീൻ പിടിക്കാൻ വന്നിട്ട് വന്ന സമയം തന്നെ മഴയായി. നമ്മളല്ലെങ്കിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞാൻ പൊതുവെ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ സമയം മീൻ കിട്ടി. മഴ കിട്ടി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മീൻ പിടിക്കാൻ പോയിട്ടും നമുക്കൊന്നും കിട്ടിയില്ല. പിന്നെ ഈ വരുന്ന സമയത്ത് ഇവിടുത്തെ കുറച്ച് കാടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് വലിയ കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ചാത്തങ്കോട് നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ മീൻ പിടിക്കാനും പറഞ്ഞാൽ വലയൊക്കെ ഒന്ന് കെട്ടി നോക്കണം. പിന്നെ അതിന് പുറമെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അതെല്ലാം വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ചാത്തങ്കോടേക്ക് വന്നത്. അപ്പോൾ ചാത്തങ്കോടേക്ക് വന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊരു ഇതൊന്നും കിട്ടിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പരുവുമില്ല. ശരിക്കും പറഞ്ഞു മീനെ കിട്ടുന്നവർക്ക് കിട്ടും, നമ്മൾ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല. അതെന്താണെന്ന് അറിയത്തില്ല. അതാണ് ഞാൻ പൊതുവെ ഇങ്ങനെ ഫിഷിങ്ങിനും ഒന്നും അങ്ങനെ പോകാത്തത്. നമുക്കിതിൻ്റെ വശങ്ങൾ ഉള്ള കാര്യം പറഞ്ഞാൽ ശരിക്കും അറിയത്തില്ല. പിന്നെ ചൂണ്ടയൊക്കെ ഇട്ട് ഇരിക്കുമ്പോൾ മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കിട്ടി. അതും ചൂണ്ടയിൽ മുമ്പൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചൂണ്ടയിടാൻ. ഇത് സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞു. ഇപ്പം നമുക്ക് ഒരു ദിവസം ചൂണ്ടയിടാൻ വന്നിട്ട് പിന്നെ അത് കിട്ടാതിരിക്കുമ്പോൾ പിന്നെ വരത്തില്ല. പിന്നെ അടുത്ത് വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും പിന്നെ നമ്മൾ മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ചാത്തങ്കോടിലെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ഭാഗത്തുനിന്ന് നമ്മൾ കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും റിസർവോയറിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ നമ്മളിപ്പം പോയ ഭാഗമുണ്ടല്ലോ, ഇവിടെ തന്നെയാണ് ഏറ്റവും കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമെന്ന് പറയുന്നത്. നമ്മളിപ്പം പോയ ഈ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അതാ ഇവിടെയൊക്കെ കണ്ടോ, നല്ല പച്ച പിടിച്ച് ഇങ്ങനെ ഈ ഒരു വനമൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എന്തോരം ഭംഗിയാണെന്നറിയാവോ. ഈ ഒരു വഴി കുറച്ച് മുന്നിൽ ചെല്ലുമ്പോൾ നമ്മൾ രാവിലെ വന്ന ആ ഒരു റോഡിൻ്റെ ഭാഗമാവും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു വഴിയിലൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. നേരത്തെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ആ മഴയൊക്കെ മാറിയിട്ട് നല്ലൊരു വെയിലൊക്കെ ഇങ്ങനെ അടിച്ച് അന്തരീക്ഷമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ശക്തമായിട്ടുള്ള മഴയൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നേരത്തെ എനിക്ക് തോന്നുന്നൊരു ജനുവരി 15 മുന്നേയൊക്കെ നല്ല മഴയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒന്നും മഴയൊന്നും ഇല്ല. ചെറിയ മഴകളൊക്കെയാണ് പെയ്യുന്നത്. പ്രാവശ്യം കാലാവസ്ഥയ്ക്ക് കുറച്ച് വ്യതിയാനമൊക്കെ ഈ വർഷം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ കുറച്ച് വെള്ളമൊഴിറ്റിങ്സൊക്കെ കിടന്ന് ഭയങ്കര ബഹളമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കാൻ പറ്റും. നമ്മൾ പിന്നെ ആ പരിപാടിക്കൊന്നും കൂടെയില്ല, നമുക്കത് ഇഷ്ടമില്ല. അങ്ങനത്തെ കൂട്ടുകെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാറുമില്ല. നമ്മൾ നേരത്തെ പോയ സമയത്താണെങ്കിൽ ഈ ഒരു ആറ്റിൽ വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നേ. അപ്പോൾ അതാ അങ്ങ് മുകളിലൊക്കെ വീണ വെള്ളമെല്ലാം ആറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് ഈ ഒരു ആറ്റിൽ, നല്ല ചെളി വെള്ളം. ഇനി എനിക്ക് തോന്നുന്ന ആറ്റിന് പരുവം കാണും. നമ്മൾ പതിയെ ആറ്റിൽ നിന്ന് കയറിയിട്ടുണ്ട്. മഴയൊക്കെ അടിച്ചിട്ട് തിരിച്ചതാ നമ്മൾ അച്ചുവിൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഒരു മഴ പെയ്ത് ഇനിയിപ്പം കുളയിട്ട ഭയങ്കരമായിട്ട് ഇളകി വരും ഈ ഒരു വഴി കൂടെയൊക്കെ നടക്കുമ്പോൾ. അപ്പോൾ ബേക്കിൽ ആ ഒരു തോട്ടിൽ നമ്മൾ പോകുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളവും ഒക്കെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറി നല്ല കലങ്ങൽ വെള്ളം. ഇനിയാണെന്ന് തോന്നുന്നു ശരിക്കും തേക്കലിന് പരുവം. നമ്മൾ ആ സമയം ആയപ്പോഴും ഇതാ തിരിച്ച് കയറിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ തേക്കൽ ഇരുന്നപ്പോഴാണെങ്കിൽ ഈ അല്ലു കൊച്ചു പയ്യനാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇവനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, എനിക്ക് അമ്മേനെ കാണണം, പാപ്പം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ പിന്നെ കയറി. പിന്നെ അതുമല്ല ഇവൻ്റെ പ്രായപൂർത്തിയായിരിക്കുന്ന സമയം കൂടിയാണ് ചെറുക്കൻ. അപ്പോൾ നമുക്ക് മാവ് അതുപോലെ പാലും പഴം ഒക്കെ നമുക്ക് മേടിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ചിലവ്. അങ്ങനെയാണ് നമ്മൾ അവനെ വിളിച്ചിട്ട് പോണത്. എന്നാൽ കൊച്ചു പയ്യനാണ്. അപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. അവൻ പറയുന്നതിലും കാര്യമുണ്ട്. അപ്പം ഇതാ അങ്ങ് മലയിലൊക്കെ ഉണ്ടല്ലോ, അങ്ങ് മുകളിലൊക്കെ നല്ല അടിപൊളി മഞ്ഞിറങ്ങുന്നുണ്ട്. മയിലും അതുപോലെ കാട്ടിലേക്ക് കിടന്ന് വിളിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ നമ്മൾ നടന്നു പോകുന്ന റോഡിൻ്റെ വലത്തെ ഭാഗത്തുള്ള കാടുകളെന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് കുറച്ച് നടക്കണം, നമ്മൾ തിരിച്ച് നടക്കുകയാണല്ലോ, അപ്പം കുറച്ച് നടക്കണം അല്ലുവിൻ്റെയൊക്കെ വീട്ടിലോട്ട്. പിന്നെ
കാണാനും നല്ല ഭംഗിയാണ് ഈ കാടുകൾ. ഇവിടെ ഒരു സാധനം നിൽപ്പുണ്ട്. ഇതെന്തെന്നറിയാവോ? ഇതാണ് കാട്ടിലെ ഒരു തുമ്പ. ഈ കാട്ടിലെ തുമ്പയുടെ പൂവാണ് കേട്ടോ ഇതെന്ന് പറയണത്. കണ്ട, കാണാൻ തന്നെ എന്തോരം ഭംഗിയെന്നറിയാവോ? ഇത് കണ്ട, ഇത് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ട എൻ്റെ ഭംഗി കണ്ട, സൈഡ് പൊട്ടിപ്പോയി. ഇതിനകത്തു നിന്നാണ് ഈ തുമ്പയുടെ വിത്ത് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ തുമ്പയുടെ വിത്ത് ഉണ്ടാകുമ്പോൾ ഇത് ഒരുപാട് സ്ഥലത്തോട്ട് ഇതിങ്ങനെ വ്യാപിച്ച് ഒരുപാട് വിത്തുണ്ടാകും. അപ്പോൾ ഒരുപാട് വിത്തുണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂവിൻ്റെ അകത്താണ് വിത്തിരിക്കുന്നത്. അപ്പോൾ അത് എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഈ നരയും തുമ്പ ഉണ്ടാകും കേട്ടോ. കണ്ട ഭംഗിയുണ്ട അതിൻ്റെ. ഈ വഴിയുണ്ട എന്ത് മോശമായിട്ടാണ് കിടക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ട്രൈബൽ മേഖലയിലുള്ള മിക്ക വഴികളും വളരെ മോശമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മളെ ഈ വിദ്ര പഞ്ചായത്തിലെ മിക്ക ട്രൈബൽ മേഖലയൊക്കെ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ കുറേ മാറ്റമുണ്ട്. നമ്മുടെ നാട്ടിൽ 8-9 കിലോമീറ്റർ ഇതുപോലെയാണ് കിടക്കുന്നത്. അതിന് ഞാൻ വിദിര ഗ്രാമപഞ്ചായത്തിന് വലിയൊരു നന്ദി പറയുകയാണ്. കാരണം ഇവിടുത്തെ മിക്ക ഏരിയകളിലും റോഡ് കോൺക്രീറ്റൊക്കെ മിക്ക ഊരുകളുടെ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് ദൂരം മാത്രമേ ഇല്ലാത്ത സ്ഥലങ്ങളുള്ളൂ. ഇവിടെ തന്നെ ഈ റോഡിൽ തന്നെ കുറച്ച് താഴെ കണ്ടു, അവിടെയൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാത്രമേ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യുമായിരിക്കാം. നമ്മളെ പഞ്ചായത്ത് കുറ്റിച്ചൽ പഞ്ചായത്തിന് ഈ കോട്ടൂർ വനത്തിനകത്ത് ആദിവാസികൾ ഉണ്ടോ എന്ന് തന്നെ അവർക്കൊരു ഇതില്ല, ഒരു ധാരണ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. കുറ്റിച്ചൽ പഞ്ചായത്തിന് ഇല്ല, ആദിവാസികൾക്ക് വേണ്ടത്ര ഒരു പരിഗണന കുറ്റിച്ചൽ പഞ്ചായത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ റോഡുകൾ എല്ലാം അങ്ങനെയായിട്ട് കിടക്കുന്നത്. ചാത്തങ്കോട് പേപ്പാറ ഡാമിൻ്റെ റിസർവോയർ കിടക്കുന്ന ഭാഗത്ത് പോയിട്ട് തിരിച്ച് നമ്മൾ ഈ വഴിയിലൂടെ തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വഴികളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു എന്താണ് പറയേണ്ടത്, എന്തൊക്കെ തോന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേഖലയിലൊക്കെയുള്ള വഴികളൊക്കെ ഇങ്ങനെയാണല്ലോ എന്ന് കിടക്കുമ്പോൾ ഒരു വിഷമം. കാരണം വേണ്ടത്ര ഒരു പരിഗണന നമ്മുടെ മേഖലയിൽ ട്രൈബൽ മേഖലകളിലെ ഊരുകളിലേക്കുള്ള റോഡുകൾക്കും ഒന്നും ആരും അങ്ങനെ കൊടുക്കാറില്ല. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഇത്തരം കാര്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ നമ്മുടെ മേഖലയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും നമ്മുടെ മേഖലയിലെ റോഡുകളുടെ പ്രശ്നങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിനൊക്കെ ഒരു വിഷമം. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു വലിയൊരു പാറ ഇരിപ്പുണ്ടേ. ഇതാണ്ട് അടിപൊളി ഒരു പാറ. ഇവിടെ ഈ ഏരിയയിൽ പാറകൾ കുറവാണ്. അങ്ങപ്പുറത്ത് കുറച്ച് മുകളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു വലിയൊരു പാറയുണ്ടേ. പിന്നെ ഇവിടെ ഒരു പാറയുണ്ട്. ഞാൻ ഇന്നാൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടാണെങ്കിൽ അവിടെയൊന്നും പാറ എന്ന് പറയുന്ന സാധനമേ ഇല്ല. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ കാടുകളൊക്കെ എന്ന് പറയുമ്പോൾ പാറകളും മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് എല്ലാം ഉണ്ട് നമ്മുടെ കേരളത്തിലെ കാടുകളിൽ. അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് സുഹൃത്തുക്കളെ. ശരിക്കും പറഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ പോയിട്ട് നമ്മൾ വെറും കൈയോടെ കയറി വരുമ്പം അത് ഒരു വിഷമമാണ്. കാരണം നമ്മൾ ശ്രമിക്കാറുണ്ട് ഇങ്ങനെ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളെ കുറ്റമല്ല. അങ്ങനെ അവിടെ ഒരുപാട് പേര് സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്നവരൊക്കെ നമ്മൾ ഇരിക്കുന്ന ആ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മീനൊന്നും അങ്ങനെ കിട്ടിയില്ല. സാധാരണയായിട്ട് നല്ല കുരുക്ക് വലകളൊക്കെ കെട്ടി മീനൊക്കെ പിടിക്കുന്നവരൊക്കെയാണ് ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അവരൊക്കെ ആ സൈഡിൽ കോരി നടക്കണം. അങ്ങനെ അവർ കോരുന്നവരൊന്നുമല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് തന്നെ തോന്നി, അപ്പോൾ ഈ വല കെട്ടി മീൻ പിടിക്കുന്നൊരു കോരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം മീൻ പിടിക്കുന്നത് കുറവാണെന്ന്. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ ഒരു അടിപൊളി ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ടേ. ഇവിടെ നിന്ന് ഈ കിടക്കുന്ന വഴിയിലൂടെ പൊക്കഴിഞ്ഞാൽ നമുക്ക് അച്ചുവിൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റും. ഈ കിടക്കുന്ന വഴിയുണ്ടല്ലോ, ഈ ബേക്കിലൂടെ കിടക്കുന്ന വഴിയിലൂടെ പോയാലും നമുക്ക് അച്ചുവിൻ്റെ വീട്ടിലോട്ട്, അതായത് ഈ കുഞ്ഞു പയ്യൻ ഈ പയ്യൻ്റെ വീട്ടിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നതും. വളരെ കുറച്ച് സമയവും മതി നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട്. അത്യാവശ്യം വലിയൊരു തേരി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയൊരു തേരി തന്നെയാണ്. അവിടെ നിന്നൊരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവും, റൈറ്റ് സൈഡ് ഇങ്ങനെ പോവും. ഇപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ താഴെ രാവിലെ തിരിഞ്ഞിറങ്ങിയ സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുമേ. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ വളരെ ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളാണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും ഒരു ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളല്ല. വന്യമൃഗങ്ങൾ, ആന, കാട്ടുപോത്ത് ഇങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം നിരന്തരമായിട്ട് ഈ ഭാഗത്തൊക്കെ വരികയും അതുപോലെ നമ്മുടെ തൊട്ട് സൈഡിലുള്ള സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള വലിയ കാല, ഈ ചാത്തങ്കോട്, ഇവിടെയൊക്കെ എല്ലാം വന്നിട്ട് കാട്ടാന വന്നിട്ട് കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ.
ഇവരുടെ വിളക്ക് സൈഡിലൊക്കെ ഈ കമ്പിവേലി എർത്തും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല, അതെല്ലാം പോയിട്ടുണ്ട്. കറണ്ടൊന്നും ഇപ്പോൾ അതിൽ വർക്കിങ്ങും പ്രവർത്തനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന വരുന്ന സമയത്തൊക്കെ ഈ വലിയകാല, ചാത്തൻകൂട്, അതുപോലെ നമ്മുടെ ഏരിയകൾ അവിടേക്കെല്ലാം ആനകൾ എത്തിപ്പെടുന്നതാണ്. തൊട്ട് താഴെ അവിടെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം തൊട്ട് മുകളിൽ കയറി കഴിഞ്ഞാലും ഈ ഭാഗത്തെല്ലാം ആന വരുന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ തൊട്ട് മുകളിൽ കുന്നിൻ്റെ അവിടെ നമ്മൾ അവിടെ ചെന്നിരുന്നപ്പോഴേ അവിടുത്തെ റൈറ്റ് സൈഡിൽ കൂടി ഞാൻ ഇരുന്ന സൈഡിൻ്റെ അവിടെ കൂടി തന്നെ ഒരു മ്ലാവ് ഓടി വന്നു. മ്ലാവൊക്കെ ഭയങ്കര ശല്യമാണ്. ഇതാണ് ആ വഴി. ഇത് മണ്ണ് റോഡാണ്, അടിപൊളിയൊരു മണ്ണ് റോഡാണ് ഇതെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമ്മളിതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ടേ. നല്ല കാടാണ്, വലിയ കാടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ കാടോ ഒന്നുമല്ല, എല്ലാ മൃഗങ്ങളും അധിവസിക്കുന്ന കാടാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ പ്രധാനമായിട്ട് ഒരുപാട് പേര് കമൻ്റായിട്ട് കിടന്നതാണ് എന്തുകൊണ്ടാണ് മൃഗങ്ങളെ വീഡിയോ ഇടാത്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോണ വഴികൾ ഇതൊക്കെ തന്നെയാണ് എടുക്കുന്നത്. കൂടുതലായിട്ട് കാട്ടിലോട്ടൊന്നും കയറി ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോകാറില്ല. മൃഗങ്ങളുടെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പോകാറില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു ലൈഫ് സ്റ്റൈൽ, അത് തന്നെയാണ് നമ്മുടെ ഓരോ വീഡിയോസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എടുത്തിടണം, ആ ഒരു ഇത് തന്നെയാണ്. അപ്പം അങ്ങനെ ഏകദേശം നമ്മൾ രാവിലെ കണ്ട അച്ചുവിൻ്റെയൊക്കെ വീടിന് തൊട്ടടുത്തുള്ള യൂക്കാലി തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇടമുറിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരുപാട് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഓരോ മരങ്ങളുടെ പൊക്കം കണ്ടിട്ടുണ്ടോ? കണ്ട, ഇങ്ങനെയാണ് ഇവിടുത്തെ മരങ്ങളുടെ കിടപ്പ്. കണ്ട, ഓരോ മരങ്ങൾ നല്ല പൊക്കമാണ്. അതുപോലെ തന്നെ ഈ മരത്തിനൊന്നും വളവില്ല, ഫുള്ള് സ്ട്രൈറ്റ് ആയിട്ട് കിടക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പ്രധാനമായിട്ട് ഫോറസ്റ്റിൻ്റെ കൂപ്പുകളെന്നൊക്കെ പറയും, അല്ലെങ്കിൽ പ്ലാന്റേഷൻ എന്ന് പറയുമ്പം ഇതുപോലെ തന്നെയാണ്. നല്ല സ്ട്രൈറ്റ് മരങ്ങളായിരിക്കും നടുന്നത്, അല്ലാത്ത മരങ്ങളൊക്കെ നടുന്നത് കുറവാണ്. ഇപ്പോൾ പിന്നെ ചില സ്ഥലത്തൊക്കെ നമ്മുടെ വട്ടയുണ്ടല്ലോ, ഇതാണ്ട് ഈ നിൽക്കുന്ന സാധനം വട്ട, ഈ വട്ടയൊക്കെ പേപ്പാറ ഭാഗത്തൊക്കെ ഒരുപാട് ഇങ്ങനെ നട്ടിട്ടിട്ടുണ്ട്. നമ്മൾ ഏകദേശം അച്ചുവിൻ്റെയൊക്കെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്താ ഒരു വഴി അങ്ങോട്ട് കാണുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നടവഴിയല്ല. ആരൊക്കെ അങ്ങോട്ട് വിറകെടുക്കാനും അതിൻ്റെയൊക്കെ ആവശ്യമായിട്ടൊക്കെ ഇവരൊക്കെ പോകുന്നുണ്ട്, പക്ഷേ അത് നടവഴിയല്ല. ഇതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും ചാത്തൻകോട് നിന്ന് വലിയാലയിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, പിന്നെ മീനൊന്നും കിട്ടാത്തതിൻ്റെ ഒരു ഇതെല്ലാം കൊണ്ട് നമ്മൾ ചാത്തൻകോടൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ട് തിരിച്ചതാ നമ്മൾ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചാത്തൻകോട് പോയിട്ട് അവിടുത്തെ ആ ഒരു ഡാമിൻ്റെ റിസർവോയറിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മൾ വലിയകാലയിൽ നിന്നും ചാത്തൻകോടേക്ക് എത്തുന്നതിൻ്റെ കാഴ്ചകളും ഒക്കെ തന്നെയാണ് പ്രധാനമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചത്. പിന്നെ നമ്മൾ ഫിഷിങ് അതെല്ലാം കരുതിയാണ് നമ്മൾ പോയത്. അങ്ങനെ വലയൊക്കെ കെട്ടി, ശരിക്കും പറഞ്ഞാൽ അതിനകത്തുനിന്ന് ഒന്നുമില്ലായിരുന്നു, ചെറിയ 2 കയലി മാത്രമാണ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ അതെല്ലാം എടുത്തിട്ട് പിന്നെ ചാത്തൻകോടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് ഞാനിതാ ചാത്തൻകോട് നിന്നും വലിയകാലയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ വീടെത്താറായിട്ടുണ്ട്, അച്ചുവിൻ്റെയൊക്കെ വീട്. ഇപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഞാൻ പുതിയ വർക്കിനൊക്കെ പോകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരാഴ്ചകളായി ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് ചെറിയൊരു വർക്കുണ്ട്, നമ്മളൊരു തോട്ടത്തിൽ ചെറിയ വർക്കുണ്ട്. അപ്പോൾ അതിനാണ് പോകുന്നത്. പിന്നെ അവിടെ പോയിട്ട് വീഡിയോസൊന്നും എടുക്കാനായിട്ടുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെ അത് അഥവാ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാറുണ്ടല്ലോ, നമ്മൾ വർക്കിനൊക്കെ പോകുന്നത്. അപ്പോൾ അതും കൂടെ ഇടാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ തന്നെ ഓരോ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 വീഡിയോസൊക്കെ വെച്ച് ഇടാനായിട്ടാണ് പ്ലാന്. റെഗുലറായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ കിട്ടി അതൊക്കെ ചെയ്യണം, അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം, അത് തന്നെയാണ് പ്ലാന്. ഇത് നമ്മളെടുത്തൊരു സ്ഥലമാണ്, പിന്നെ കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ ഒന്ന് എടുത്തിടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്തത് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ കാട്ടാന ഉണ്ടല്ലോ, കാട്ടാന ഒന്ന് കുത്തിത്തൊലിച്ചിട്ടിരിക്കുന്നതാണ്. കണ്ട, ഇത് എന്താ കാട്ടാന കൊമ്പ് കയറ്റി കുത്തിയതാണ് ഇതെന്ന് പറയണത്. ഇതൊക്കെ കണ്ട മരത്തിൻ്റെ ഹൈറ്റ് കണ്ടോ. അങ്ങനെ നമ്മൾ വലിയകാലയിൽ നിന്നും ചാത്തൻകോടേക്ക് പോവുകയും ചാത്തൻകോടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതിന് ശേഷം തിരിച്ചിതാ അല്ലുവിൻ്റെ വീടിന് തൊട്ടടുത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇത് അല്ലുവിൻ്റെ കൂട്ടുകാരനാണ്, അല്ലുവിൻ്റെ വീട്ടിനടുത്തുള്ള ലുട്ടാപ്പി എന്നാണ് ഈ പയ്യനെ വിളിക്കുന്നത്. ഇത് അല്ലു, പിന്നെ ഞാൻ, പിന്നെ എൻ്റെ ചേട്ടൻ, ഈ പയ്യൻ്റെ ചേട്ടൻ, പിന്നെ അല്ലുവിൻ്റെ ചേട്ടൻ, നമ്മളെല്ലാവരും കൂടെയാണ് വലിയകാലയിൽ നിന്നും യാത്ര ചെയ്ത് ചാത്തൻകോടേക്ക് പോയത് കേട്ടോ. അപ്പോൾ മീനൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതിന് ശേഷം തിരിച്ചിതാ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, നമ്മളെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ ഇനി ഇതിലും നല്ല വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്തരം വീഡിയോസൊക്കെ ചെയ്യാം. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമൻറ്റായിട്ട് ചോദിക്കുന്നു ക്യാമ്പിങ് വീഡിയോ ഇടണമെന്ന്.
അപ്പോൾ ക്യാമ്പിങ് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തിപ്പോൾ ഞാൻ ഇവിടെയാണ്, കുറച്ച് വർക്കൊക്കെ ആയി, അങ്ങനെ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വലിയ കാലയാണ് വന്ന് നിൽക്കുന്നത്. മാക്സിമം നാട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പം എന്ത് കണ്ടൻറ്റ് ചെയ്താലും എന്തായാലും ഒരു ദിവസത്തെ മെനക്കെടാണ് നമ്മളൊരു വീഡിയോസ് എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതെല്ലാം. അപ്പം എന്തായാലും വർക്കൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ പോയി വീഡിയോസ് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. എന്തെങ്കിലും പണിക്കൊക്കെ പോകണം, ആ ഒരു മൈൻഡൊക്കെ സെറ്റായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് ഇതിൽ നല്ല വീഡിയോ നിങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബായ്.